ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണേ. ഓണത്തിൻ്റെ ലീവിന് 2 ദിവസം നിൽക്കാനായിട്ട് വന്നതാട്ടോ. അപ്പം അമ്മയ്ക്ക് ചെറിയൊരു നടുവേദന. നാത്തൂൻ വീട്ടിൽ പോയതാണേ, നാളെ വരും. അപ്പം ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞിവിടെ നാളെ വരും. പിന്നെ ആങ്ങളെയാണ് എല്ലാം ചെയ്യുന്നത്. തൊഴുത്ത് വൃത്തിയാക്കുന്നതും കോഴി ഫാമുണ്ട്, അവിടുത്തെ പണിയൊക്കെ അവനാണ് ചെയ്യുന്നത്. അപ്പോൾ അവനെ ഒന്ന് സഹായിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഞാൻ ഈ തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് വെള്ളം ഒഴിച്ച് കഴുകാനുള്ള പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ചാണകമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാരിക്കളഞ്ഞു. ഞാനിവിടെ എല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. അതിലെ ഞങ്ങളുടെ വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ടേ. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ചാച്ചനും അമ്മയും പശുവിനെ വളർത്തുക. അപ്പോൾ അതിന് പുല്ലൊക്കെ അരിഞ്ഞു കൊടുക്കുക, രാവിലെ സൊസൈറ്റി പാൽ കൊണ്ടു കൊടുക്കുക, വൈകുന്നേരം കൊണ്ടു കൊടുക്കുക. ഇതൊക്കെയാണ് അവരുടെ പരിപാടി. ഏറ്റിയിലൊക്കെ കുറേ പാലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് വിളിക്കുമ്പോൾ എഴുന്നേക്കാനൊക്കെ മടിയാണ്, എന്നാലും ഓടിച്ച് വിടും. അങ്ങനെയൊക്കെ പാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം പശു അല്ല കേട്ടോ, ഇത് പോത്തും 2 പോത്തും കുട്ടന്മാരെ വാങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തൊഴുത്തൊക്കെ ഒന്നായിട്ട് വയറ്റിങ്ങളെ കെട്ടാറായി. അപ്പോൾ തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത്. പശു ഉണ്ടായിരുന്നു ഇവിടെ, അതിനെ വിറ്റു. അമ്മയ്ക്ക് ചെറിയൊരു നടുവേദനയുടെ ഇത് വന്നപ്പം അതിനെ അങ്ങോട്ട് വിറ്റു. ഇനിയിപ്പോൾ ഞാൻ അതിന് ഇച്ചിരി പുല്ല് അരിയാൻ പോവുകയാണേ. വൈകുന്നേരം കെട്ടുമ്പോൾ കുറച്ച് പുല്ലിട്ട് കൊടുത്താൽ പിന്നെ ഐറ്റങ്ങൾ വിശക്കാതെ ഇരുന്നോളൂല്ലോ. പിന്നെ അല്ലെങ്കിൽ വിശന്ന രാത്രി മുഴുവൻ കരച്ചിൽ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പുല്ല് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ അത് എളുപ്പമുണ്ടല്ലോ അരിയാൻ. അതരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. മുഴുവൻ കാടാ, സൂക്ഷിച്ച് വേണം പോയില്ലെങ്കിൽ വല്ല പാമ്പോ ഒക്കെ ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല. അമ്മ ഒരു തോട്ടി പോയി നോക്കാം നമുക്ക്. ഞാൻ പുൽത്തട്ടി കൊണ്ടിടട്ടെ. ഇനിയിപ്പം ഞങ്ങളവിടെ കണ്ടത്തിലങ്ങ് പാടത്താണേ പോത്തും കുട്ടന്മാരെ കെട്ടിയേക്കുന്നത്. അവൻ ആറ്റുങ്ങളെ അവിടെ തീറ്റുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഒരു തോടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ ഇറക്കിയിട്ട് കുളിപ്പിക്കണം. ഇതാണ് അവനവിടെ നിന്ന് പശുവിനെ കാളാനെ തീറ്റുന്നുണ്ട്. ആ തോട് കണ്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ ഒത്തിരി തുണിയൊക്കെ അലക്കിയിട്ടുണ്ട്. ഇതിറ്റങ്ങളെ ഇതിലൂടെ ഇറക്കിയിട്ട് കുളിപ്പിച്ചിട്ട് വേണം തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ. അപ്പോൾ ഞാനൊന്ന് കുളിപ്പിക്കട്ടെ. ഇതിറ്റങ്ങൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാൻ. എത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുന്നോ അത്ര ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അനങ്ങാതെ നിന്ന് വരുന്നതുണ്ടോ. തോട് നിറച്ച് നല്ല തെളിഞ്ഞ വെള്ളമാണേ. അപ്പോൾ നാളെ വേണം, കുറച്ച് തുണിയുണ്ട് ഇവിടെ വന്ന് അലക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഒന്നിനെ കുളിപ്പിച്ച് അങ്ങോട്ട് നീറ്റി, അന്നേരത്തേക്കും മറ്റേതും വന്നു. ഒന്ന് അതിനെയും കൂടെ കുളിപ്പിച്ചെടുക്കട്ടെ കേട്ടോ. ഇനി തിറ്റങ്ങളെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഇനി തൊഴുത്തിൽ കൊണ്ട് കെട്ടട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഓക്കേ.